ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവരാരല്ലേ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായി 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് 5-6 ശർക്കര എടുക്കാം. 5-6 ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളുടെ മാവൊക്കെ അതാ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാനിതിലോട്ട് ഒരു കയ്യിലെ അളവിൽ മാത്രം മൈദപ്പൊടി ചേർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൈദ ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അളവിൽ നമ്മൾ മൈദ ചേർത്തി കൊടുക്കാൻ പാടില്ല. ഈ ഒരു കയ്യിലെ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉണ്ണിയപ്പം ഒരു ഹാർഡായിട്ട് കിട്ടും. പിന്നെ അതേപോലെ നമുക്ക് ആരെടുത്തൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കയ്യിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിസ്ക് തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടയില്ല, നല്ല സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തും സോഡാപ്പൊടി ഉപ്പൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും നല്ല ലുക്കാണ്, നല്ല ഹെൽത്തിയാണ് എള്ളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ചെറുപഴം വേണമെങ്കിൽ ഒരു ചെറുപഴം നോണ്ടി ഉടച്ചതിലോട്ട് ചേർത്തി കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഞാനതിലേക്ക് എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പത്താണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് കങ്ങി ചൂടാവരുതുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ അപ്പം അത്ര പെർഫെക്ഷനിൽ കിട്ടില്ല. നമ്മൾ പതിനോട് കൂടെ തന്നെ കരിഞ്ഞ് പോകും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് തന്നെ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഉടനെ തന്നെ നമുക്കൊരു പപ്പടക്കോല് എടുത്തിട്ട് നന്നായിട്ട് മറിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വിചാരിച്ച ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ മറിച്ചിടണം. നമുക്ക് വേണമെങ്കിൽ അടച്ചും കൊടുക്കട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ചട്ടി വേണമെങ്കിൽ ഒന്ന് അടച്ച് കൊടുക്കാം. ഞാൻ അടച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. നല്ല ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്.